ഹേയ് ലവ്ലീസ്, വിഡോസ് ബേ നമ്മൾ അന്ന് തുടങ്ങിയതിനേക്കാളും ഇപ്പോൾ ഡബിൾ ഹിറ്റായി അതിൻ്റെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമുള്ളൂ. കാരണം നമുക്കെല്ലാം അറിയാം ഈ പുതിയ സീരീസിൻ്റെ സ്വഭാവവും നിഗൂഢതയും എല്ലാം അത് അർഹിക്കുന്നുണ്ട്. സീസണിൻ്റെ ഫിനാലെ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളോട് വിഡോസ് ബേയുടെ സ്പെഷ്യൽ വീഡിയോ വേണമെന്ന്. സോ ദിസ് ഈസ് ഇറ്റ്. ശരിക്കും നമ്മളെ അന്തം പിടിക്കുന്ന ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും അർത്ഥങ്ങളും ബ്രില്യൻ്റായി ഇതിൽ മൂടി വെച്ചിട്ടുണ്ട്. അതും കൺമുന്നിൽ തന്നെ. അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങിയാലോ? ബോർഡിലേക്ക് ഇറങ്ങിയോ, നമുക്ക് വിഡോസ് ബേയിലേക്ക് പോകാൻ ചങ്ങായിമാരെ. വിഡോസ് ബേ എന്ന ദ്വീപ്, അതിൻ്റെ സ്വഭാവം തികച്ചും പ്രവചനാതീതവും കുഴപ്പങ്ങൾ നിറഞ്ഞ രീതിയിലുമാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ സൂചന നോക്കിയാൽ വിഡോസ് ബേയിൽ സമയം കടന്നു പോകുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. കണ്ണാടികൾക്ക്, മിറേഴ്സിന് യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ള അസാമാന്യ കഴിവുണ്ട്. വിക് ചെകുത്താനുമായി എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടുണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങാം. 9th എപ്പിസോഡിൽ നമ്മൾ ആദ്യമായി മിസ് വിഡോ ബേയുടെ ചിത്രം കാണുന്നു. ഈ ചിത്രത്തിലൂടെയാണ് റൂത്ത് യഥാർത്ഥത്തിൽ റിച്ചാർഡ് വാറിൻ്റെ ഒരു പിൻഗാമിയാണെന്ന് ഞെട്ടിക്കുന്ന സത്യം നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിലും കൗതുകകരമായ മറ്റു കാര്യം എന്താണെന്നോ, നമ്മൾ ഈ ചിത്രം മുമ്പും കണ്ടിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യമായി ഈ ചിത്രം കാണുന്നത് ആ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഇല്ലേ, അവിടെ വെച്ചാണ്. ഇത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഇത് മറ്റൊരു വലിയ ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇതിൽ മറ്റ് എപ്പിസോഡുകളിലേക്കുള്ള എന്തെങ്കിലും സൂചനകൾ ഒളിച്ചിരിപ്പുണ്ടോ? അതിൻ്റെ ഉത്തരം ഊവ് എന്ന് തന്നെയാണ്. തീർച്ചയായും ഉണ്ട്. ഈ ചുവരിൽ കാണുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും മറ്റ് എപ്പിസോഡിലേക്കുള്ള നേരിട്ടുള്ള റെഫറൻസുകളാണ്. അവിടെ കാണുന്ന ഈ ഒരു ചിത്രം എപ്പിസോഡ് 4 കുറിച്ചുള്ളതാണ്. അവിടെ ആൾ കത്തുന്ന ആ വലിയ ബോൺഫയറും അതിനു ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നതും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പിന്നെ ഇത് 7th എപ്പിസോഡിലെ റെഫറൻസ്. വിക്കിൻ്റെയും ജെറിയുടെ സഹോദരൻ്റെയും കഥയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണിത്. വമ്പൻ ടെൻറ്റക്കിളിനെ കുറിച്ചും താഴെ നിന്നെത്തിയ ഏതൊരു വലിയ ജീവി അവരെ വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയതിനെക്കുറിച്ചും അയാൾ സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ കാണുന്ന ചിത്രം ചിലപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിലെ ഷെഫ് ക്ലാർക്കിനെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നായിരിക്കാം. പിന്നെ ഈ കാണുന്ന ആ ബംഗ്ലാവ് 2ാം എപ്പിസോഡിലെ ആ പ്രേതബാധയുള്ള ഇന്നിനെ സൂചിപ്പിക്കുന്നതുമാകാം. ഇവയ്ക്കെല്ലാം അരികിലായി എപ്പിസോഡ് 8 നമ്മൾ കണ്ട ബൂഗിമാൻ്റെ മുഖം മൂടിയുമുണ്ട്. ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു പള്ളി അല്ലെങ്കിലും അവിടെ കാണുന്ന നരഭോജികളുമായി ബന്ധപ്പെട്ട പോസ്റ്റർ എപ്പിസോഡ് 10 ഒരു സൂചന ആയിരുന്നിരിക്കാം. ഇതിലെ മറ്റൊരു കീഴിലെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്ററിലെ അക്ഷരങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ SOS ഡാം അസ് എന്നാണ് ലഭിക്കുന്നത്. അവരുടെ നാശത്തിലേക്കുള്ള വഴി. നമ്മുടെ പെട്രീഷ്യ ഓറിയൻറ്റഡ് എപ്പിക് 4th എപ്പിസോഡിൽ നിരവധി രഹസ്യങ്ങളാണുള്ളത്. എന്നാൽ ഇതിൻ്റെ എല്ലാം തുടക്കം ഒരു പുസ്തകത്തിൽ നിന്നാണ്. ലൂസി ഫോഴ്സ് എഴുതിയ യുവർ ടേൺ ഔട്ട് വിത്ത് ദ ഓൾഡ് ആൻഡ് ഇൻ വിത്ത് ദ യു എന്ന ആ പുസ്തകം. ആ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എഴുത്തുകാരുടെ പേരായ ലൂസി ഫോഴ്സ് എന്നത് ലൂസിഫർ എന്ന വാക്കിൻ്റെ ഒരു സിമിലാരിറ്റി വെച്ച് കൊടുത്തതാണെന്ന്. ഈ ഒരു എപ്പിസോഡിൻ്റെ കഥയിൽ ഒരു പ്രത്യേകതരം തീം പിന്തുടരുന്നതായി നമുക്ക് കാണാമായിരുന്നു. സാത്താനുമായി ബന്ധപ്പെട്ട ഒരുപാട് റെഫറൻസുകളും ഇതിലുണ്ട്. പെട്രീഷ്യ കൊണ്ട് ഇത്രയെല്ലാം ചെയ്യിപ്പിച്ച ആ പുസ്തകത്തിന് സത്യം പറഞ്ഞാൽ ജീവനുണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ തെളിവുകൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നുമുണ്ട്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ പെട്രീഷ്യ തൻ്റെ കോഫി മക പുസ്തകത്തിന് മുകളിലായി വെക്കുന്നു. എന്നിട്ട് അവളൊരു നിമിഷത്തേക്ക് അവിടെ നിന്നും മാറുന്നുണ്ട്. എന്നാൽ തിരികെ വരുമ്പോൾ ആ മഗ് പുസ്തകത്തിന് മുകളിലല്ല, മറിച്ച് മേശപ്പുറത്താണ് ഇരിക്കുന്നത്. മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് യാദൃശികമായി സംഭവിച്ചതല്ലെന്നും മനഃപൂർവ്വം വെച്ചതാണെന്നും സീരീസിൻ്റെ അണിയർ പ്രവർത്തകർ 100% ഉറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് മേശപ്പുറത്തേക്ക് നീങ്ങുന്നതിൻ്റെ ശബ്ദം പോലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും. 2ാം എപ്പിസോഡിൽ ലോഫ്റ്റിസിനോട് ദ്വീപിലെ പേടിപ്പെടുന്ന കഥകളെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്നായിരുന്നു അഗ്ലി ഹോട്ടൻസിനെ കുറിച്ചുള്ള കഥ. പണ്ട് സ്വന്തം വിവാഹ സമയത്ത് ജനാല വഴി പുറത്തേക്ക് ചാടി മരണം വരിച്ച വിരൂപയായ സ്ത്രീ. ആ ഇന്നിൽ നിന്നുകൊണ്ട് അഗ്ലി ഹോട്ടൻസ് എന്ന് 3 തവണ പറഞ്ഞാൽ കണ്ണാടിയിൽ അവിടെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ടോം അത് പരിശോധിച്ച് ഫെയിലാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എപ്പിസോഡ് 9 എത്തുമ്പോഴാണ് ഈ അഗ്ലി ഹോട്ടൻസ് യഥാർത്ഥത്തിൽ റിച്ചാർഡ് വാറിൻ്റെ പിൻഗാമികളിൽ ഒരാളായ ഹോട്ടൻസ് ഫിറ്റ്സ്ജെറാൾഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ദ്വീപ് വാറിൻ്റെ പിൻഗാമികളെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മുമ്പ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ വാറിൻ്റെ കുടുംബത്തിനും ഇതുപോലെ മോശമായ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് ഉറപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരെ ഉപയോഗിക്കണം, ആരെ സംരക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരുപക്ഷെ ദ്വീപ് തന്നെ ആണെങ്കിലോ? വിഡോസ് ബേയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ ദ്വീപിൽ ജനിച്ചാൽ പിന്നെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ചില ദ്വീപ് വിട്ട് പോകാറുണ്ട്. എന്നാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നീട് മോശമായ പലതും സംഭവിക്കും. അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ ഇതേപോലെ പോയി മെയിൻലാൻഡിലേക്ക് കാലുകുത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സ്ട്രോക്ക് വന്ന് മരിച്ചതായുള്ള സംസാരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു 4 സംഭവങ്ങൾ നോക്കിയാൽ, ഒരിക്കൽ വിക്കിന് കടലിലെ ആ ബോയികൾക്ക് സമീപം വെച്ച്, പിന്നെ എപ്പിസോഡ് 7 റിച്ചാർഡ് വാണ് സംഭവിച്ചത്, അതുപോലെ എപ്പിസോഡ് 9 ഫ്ലാഷ് ബാക്കിൽ റിച്ചാർഡിൻ്റെ കുട്ടികൾക്ക് നേരിട്ട ആ ദുരനുഭവം, എപ്പിസോഡ് 5 കണ്ട ടോമിൻ്റെ ഭാര്യ ലോറന് ഉണ്ടായ ആ ഒരു അപകടവും. ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്തെന്നാൽ ലോറൻ ആ സമയം പറയുന്നൊരു വാചകമുണ്ട്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന്.
ഈ 9ാം എപ്പിസോഡിൽ റിച്ചാർഡ് വാന്റെ കുട്ടികളും ഉപയോഗിക്കുന്നത് അതേ വാചകം തന്നെയാണ്. 4th എപ്പിസോഡിൽ പട്രീഷ്യയ്ക്ക് ഡൊണേഷൻ ബോക്സിൽ നിന്ന് കിട്ടുന്ന ആ സെൽഫ് ഹെൽപ്പ് പുസ്തകം ആരാണ് അവിടെ നൽകിയതെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ ഒന്നും വ്യക്തമല്ല. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോ ദ ഷൈനിങ് എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയും അവിടെ നൽകിയിട്ടുണ്ട്. ഇത് ദ ഷൈനിങ് എന്ന പ്രശസ്തമായ സൃഷ്ടിക്കുള്ള ഒരു ആധാരമായിരിക്കാം. മാത്രമല്ല ഈ പട്രീഷ്യ നോക്കിയാൽ ആ ഷൈനിങ് സിനിമയിലെ നടിയായ ഷെല്ലി ഡൂളുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. കറക്റ്റ് അല്ലേ? ദ ഷൈനിങ് സിനിമയിലെ പോലൊരു വൈബ് തന്ന എപ്പിസോഡായിരുന്നു ടോം ലോഫ്രീസ് ആ ഇന്നിൽ കഴിയുന്ന 2ാമത്തെ എപ്പിസോഡ്. അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന നിമിഷം ആ ക്രോൾ സ്പേസിൽ വെച്ച് ടോമിന് നേരെ നടക്കുന്ന ഒരാക്രമണമാണ്. എന്നാൽ നിങ്ങളിൽ ചിലർ വിചാരിക്കുന്ന കാരണം കൊണ്ടല്ല അത് പേടിപ്പെടുത്തുന്നതാകുന്നത്. ആ ഒരു ക്ലൗണിനെ കണ്ട് പേടിച്ചിട്ടുണ്ടാകാം, അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ അന്നത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ താഴെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ കിടന്നിരുന്ന ആ അസ്ഥികൂടം ധരിച്ചിരുന്ന അതേ ഷർട്ട് തന്നെയാണ് ടോമും ധരിച്ചിരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതിനർത്ഥം പണ്ട് ജീവിച്ചിരുന്ന ഏതൊരാളുടെ ജീവിതം ടോം വീണ്ടും ജീവിച്ചു തീർക്കുകയാണെന്നാണോ? മുൻപ് മറ്റൊരാൾ കടന്നുപോയ അതേ അനുഭവത്തിലൂടെയാണോ ടോമും കടന്നു പോകുന്നത്? അതോ ടോമിന് തന്നെ മറ്റൊരു പതിപ്പ് മുൻപ് ഇവിടെ വന്നിരുന്നുവെന്നും ആ വ്യക്തി അവിടെ വെച്ച് മരിച്ചു പോയിട്ടുണ്ടാകാം എന്നാണോ ഇതിനർത്ഥം? തീർച്ചയായിട്ടും ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഇനിയും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് പങ്കുവയ്ക്കാൻ മറക്കണ്ട. 9ാം എപ്പിസോഡിൽ ഒരു വൃദ്ധൻ വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിനെക്കുറിച്ചും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ വരുന്നതിനെക്കുറിച്ചാണ്. കറുത്ത ആകാശത്തേക്ക് മനുഷ്യർ വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞു. അമ്മമാരുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങളത് പറിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ആദ്യമേ കേൾക്കുമ്പോൾ ഇതൊക്കെ വലിയ അതിശയോക്തിയായി തോന്നിയെങ്കിലും എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ അതേ സംഭവങ്ങൾ കൺമുന്നിൽ തന്നെ നടക്കുന്നത് കണ്ടു. ആ കൊടുങ്കാറ്റിനെക്കുറിച്ച് അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ബഷീറിൻ്റെയും ഷെല്ലിയുടെയും കുഞ്ഞിനെ ഈ ദ്വീപ് അവരിൽ നിന്ന് തട്ടിയെടുക്കുമെന്നാണോ അതിനർത്ഥം? ഗർഭിണികളായ സ്ത്രീകൾ ഈ ദ്വീപ് വിട്ടുപോകാൻ ശ്രമിച്ചാൽ ദ്വീപ് ഒരിക്കലും അവരുടെ കരുണ കാണിക്കില്ല നമുക്കറിയാം. ഇനി ഫസ്റ്റ് എപ്പിസോഡിലൊരു മൊമെൻറ്റിലേക്ക് പോവാം. ഐലൻഡിലേക്ക് എത്തിയ ജേർണലിസ്റ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിലെ ജെറിയുമൊത്ത് നിൽക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ. ആ സമയം ജെറി പല്ലിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ റിച്ചാർഡ് വാനും സംഘവും ആദ്യമായി ഈ ഐലൻഡിലേക്ക് എത്തിയപ്പോൾ തികച്ചും ഒരു ബ്ലാക്ക് ക്യാൻവാസ് പോലെ പൂർണ്ണമായി ശൂന്യമായ ദ്വീപായിരുന്നു എന്ന് ലോവ്രീസ് പറയുമ്പോൾ ഇടയ്ക്കേറി ജെറി പറയുന്നുണ്ട് പല്ലുകൾ ഒഴികെ എന്ന്. ദാറ്റ് മീൻസ് അവരെന്നവിടെ പല്ലുകൾ കണ്ട എന്തോ ഒരു കഥയുണ്ട്. പിന്നീട് 2ാം എപ്പിസോഡിൽ ആ ഇന്നിൽ വെച്ച് നമ്മുടെ ലോവ്രീസ് 1 മുതൽ 6 പേർക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ഭയാനകമായ ഒരു പല്ലിൻ്റെ പടമുള്ള പെട്ടിയും കാണുന്നുണ്ട്. അപ്പോൾ പല്ലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. പല്ലിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തായാലും കണ്ണിൻ്റെ കാര്യം പറയണമല്ലോ. എപ്പിസോഡ് 5 നിറയെ കണ്ണുകളുമായി ബന്ധപ്പെട്ട റെഫറൻസുകളാണ്. അതിൽ മിക്കതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒരെണ്ണം ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. റെവറൻഡ് ബ്രൈസിൻ്റെ മേശപ്പുറത്ത് കുത്തിവെച്ചിരുന്ന ഒരു വാക്യമുണ്ട്. തുടർന്ന് അവിടെ നിന്ന് കിട്ടുന്ന കൂണുകളുമായിട്ട് ഒരു ഷാമൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ലേ? ആ ഷാമൻ ഈ കൂണുകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് പണ്ടുള്ളവർ അതിനെ ട്രൂ സൈറ്റ് എന്നാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ ദ്വീപിൽ മാത്രമാണ് അത് വളരുന്നത്. ഈ മഷ്റൂം അടിച്ചാൽ നിങ്ങളുടെ 3ാം കണ്ണ് തുറക്കും എന്നും അയാൾ പറഞ്ഞിരുന്നു. പിന്നൊരു സാഹചര്യത്തിൽ ടോം വൈറ്റ് ബോർഡിൽ എഴുതുന്നൊരു വാചകമുണ്ട്. അതിലും കണ്ണിൻ്റെ റെഫറൻസ്. പിന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ച ടൗൺ ഹാൾ മീറ്റിങ്ങിന് മുമ്പുള്ള ആ ഒരു പേടിപ്പെടുത്തുന്ന സീൻ. ഡെയിലിൻ്റെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തിരുന്നു. 2ാം എപ്പിസോഡിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഫോർഷാഡോയിങ് ഉണ്ട്. ലോവ്രീസ് ഹോട്ടലിൽ വെച്ച് കണ്ട ആ നിഗൂഢ മനുഷ്യനില്ലേ വില്യം, അയാൾ പറയുന്നുണ്ട് ഇന്ന് നല്ലൊരു ദിവസമല്ലായിരുന്നു, കാരണം 6 മൃതദേഹങ്ങൾ ബേസ്മെൻറ്റിൽ കുഴിച്ചിടേണ്ടി വന്നുവെന്ന്. തീർച്ചയായും ആ പറഞ്ഞ വെറുതെ അല്ല, കാരണം അവിടെയുള്ള ബേസ്മെൻറ്റുകളെല്ലാം വിഷയമാണ്. അവിടെയുള്ള ആ ഗെയിം ബോർഡ് തന്നെ ഇതിന് സൂചന നൽകുന്നുണ്ട്. അതിൽ ഈ ഒരു കോളം നോക്കിയാൽ ബേസ്മെൻറ്റ് മോശമാണ്, നിങ്ങൾ തോറ്റു എന്നെഴുതിയിട്ടുണ്ട്. ഈ ദ്വീപിനെക്കുറിച്ച് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്നാമതായി ബെൽ നൽകുന്ന ആ ഒരു ചെയറുള്ള ബേസ്മെൻറ്റ് യഥാർത്ഥത്തിൽ സോൾട്ടി വെയിലിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ ടോം ആ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്ന സമയത്ത് നമ്മളത് കാണുന്നുണ്ട്. രണ്ടാമതായി ഈ ബേസ്മെൻറ്റിന് 2 പ്രവേശന കവാടങ്ങളുണ്ട്. അതിലൊന്ന് ആ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുടെ താഴെ നിന്നാണ്. അവിടെയാണ് പണ്ട് വാർണൻ കുടുംബവും താമസിച്ചിരുന്നത്. സാറ കണ്ടെത്തിയ ആരാസ്യവാതിൽ ഓർമ്മയില്ലേ? രണ്ടാമത്തേത് ആ കിണറിൽ നിന്നുമാണ്. അവിടെ നിന്നല്ലേ പിന്നീട് സാർ രക്ഷപ്പെടുന്നത്. മുൻപുള്ള പാസ്റ്റർമാർ നൽകിയ നിർദ്ദേശങ്ങൾ റെവറൻഡ് ബ്രൈസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അയാൾ ആ ഒരു സമയത്ത് കിണറിനരികിൽ എത്തിയത്. എങ്കിലും ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുടെ താഴെയുള്ള ആ വഴിയെക്കുറിച്ച് മറ്റാർക്കെങ്കിലും അറിയാമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ബേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, സാറ അവിടെ കുറച്ച് മുടിയിഴകൾ കാണുന്ന സീനാണ്. അത് വ്യക്തമായും ഒരു സ്ത്രീയുടെ മുടിയാണ്. ഇതിനു മുമ്പൊരു സാഹചര്യത്തിൽ റിച്ചാർഡ് തങ്ങളുടെ അമ്മയെ കൊന്നുവെന്ന് വാറിൻ്റെ മകൻ സാറയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന മുടി വാറിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ആയിരിക്കുമോ? സാധ്യത ഏറെയുണ്ട്. എന്നാൽ അത് ദ്വീപിൻ്റെ വിഷപ്പടക്കാൻ പര്യാപ്തമായിരുന്നു കാണില്ല. അതിനാലാണ് റിച്ചാർഡ് തുടർച്ചയായി ഗ്രാമവാസികളെ ബലി കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ബേസ്മെൻറ്റിനെ കുറിച്ചുള്ള മറ്റൊരു പരാമർശം കൂടിയുണ്ട്. ഇവാൻ തൻ്റെ അമ്മയുടെ രഹസ്യങ്ങൾ അറിഞ്ഞെന്ന് മനസ്സിലാക്കി ടോം എടുത്തുപാട് ചോദിക്കുന്നുണ്ട്, നീ ബേസ്മെൻറ്റിലേക്ക് പോയിരുന്നു എന്ന്. എന്തായാലും അവർ പിന്നീട് ഒരിക്കലും ആ ബേസ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിലും എന്നാൽ അവിടെ ലോറിൻ്റെ പഴയ സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഇനി നമുക്ക് സമയവും പ്രായവും നോക്കാം. വിഡോസ് ബേയിലെ ആളുകൾക്ക് പ്രായമാകുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. ഈ വാറൻ അക്ഷരാർത്ഥത്തിൽ ഈ ദ്വീപിലെ ഇമ്മോർട്ടലായിരുന്നു. ഇനി മറ്റൊരു സന്ദർഭം നോക്കിയാൽ ഹോട്ടലിൽ വെച്ച് കട്ടുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണമാണ്.
ആദ്യം അയാൾ ക്യാപ്റ്റൻ മുറിയിലേക്ക് പോകാൻ വിസമ്മതിച്ചു. അവസാനം അവൻ അകത്ത് കയറിയപ്പോൾ വെറും 10 സെക്കൻഡ് നേരത്തേക്ക് മാത്രമാണ് സമ്മതിച്ചത്. എന്നിട്ടും പുറത്തു വന്നപ്പോൾ ആൾ വല്ല അസ്വസ്ഥനായാണ് കാണപ്പെട്ടത്. പിന്നീട് 30 സെക്കൻഡ് സമയത്തേക്ക് വീണ്ടും അവനകത്തേക്ക് കയറിയപ്പോൾ വളരെ പേടിയോടെയും വിറയലോടെയാണ്. അവൻ ആദ്യം തന്നെ ഭക്ഷണമാണ് ആവശ്യപ്പെട്ടത്, വേറൊന്നും വിട്ടു പറഞ്ഞില്ല. ഇതിൽ നിന്നും അവന് ഈ മുറിയെക്കുറിച്ച് കൃത്യമായി അറിയാമെന്ന് തോന്നുന്നു. അതായത് ആ മുറിക്കുള്ളിൽ സമയം വേഗത്തിലാണ് പോകുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അവനിങ്ങനെ വെപ്രാളപ്പെട്ട് ഭക്ഷണം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അഥവാ അതൊരു തമാശയെ തോന്നെങ്കിലും അവൻ ശരിക്കും ഭയന്നിട്ടുണ്ടെന്നും ആ മുറി പൂർണ്ണമായും അലങ്കോലമായി കിടക്കുകയാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. 9ാം എപ്പിസോഡിൽ നമ്മൾ റോസ്മേരിയുടെ ഡ്രോയിനുള്ളിൽ എന്തൊക്കെയാണെന്ന് കാണുന്നുണ്ട്. അവിടെ ഗുഡ്സ് ഇൻ എൻഡ്ലെസ് വെറൈറ്റി ഫോർ മാൻ ആൻഡ് ബീസ്റ്റ് എന്നെഴുതിയൊരു കാറ്റലോഗ് ഇരിപ്പുണ്ട്. അത് കുറച്ച് വിചിത്രമായി തോന്നാമെങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ഡയറ്റ് കോക്ക്. സീരീസിലുടനീളം റോസ്മേരി കാണിക്കുന്ന മിക്ക സമയങ്ങളിലും ഇത് വളരെ സ്ഥിരമായി കാണിക്കുന്ന ഒന്നാണ്. 1ാം എപ്പിസോഡിലും പിന്നീട് 4ാം എപ്പിസോഡിലും 9th എപ്പിസോഡിലും എല്ലാം ഇവർ ഡയറ്റ് കോക്കുമായിരിക്കുന്നത് കാണാം. തീർച്ചയായും അത് പ്രധാന കഥയുമായി വലിയ ബന്ധമുള്ള കാര്യമല്ല. എങ്കിലും സീരീസിൻ്റെ അണിയർ പ്രവർത്തകർ തങ്ങളുടെ കഥാപാത്രങ്ങളുടെ ഇത്തരം ചെറിയ ഡീറ്റെയിലുകൾ പോലും വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. വിഡോസ് ബേ എന്ന സീരീസ് അവരെത്രത്തോളം സ്നേഹത്തോടെയാണ് അണിയിച്ചൊരുക്കുന്നത് എന്നത് വെളിവാക്കുന്നു. എപ്പിസോഡ് 4ലെ ആ ഗംഭീരമായ ഡാൻസിങ് സീക്വൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഉറപ്പാണ്. ഈ ഷോയിൽ തന്നെ ഏറ്റവും മികച്ച എപ്പിസോഡിലൊന്നാണിത്. ഓരോ സീൻ കഴിയുമ്പോഴും അത് കൂടുതൽ മികച്ചതായി മാറിക്കൊണ്ടിരുന്നു. അതിൽ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടാൻ ഒന്നായിരുന്നു കണ്ണാടികളുടെ അവിടെ യഥാർത്ഥ പ്രതിഫലനം എന്നത്. ആ അതിഥികളെല്ലാവരും ഏതോ ഒരു വലിയ മാന്ത്രിക ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്ന് നമുക്കവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്നാൽ അതിലും വിസ്മയിക്കുന്ന ഒരു കാര്യം എന്താണെന്നാൽ എപ്പിസോഡിൻ്റെ ഭൂരിഭാഗം സമയവും പട്രീഷ്യ ഒരു കണ്ണാടിയുടെ അരികിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളൊരിക്കലും അവളുടെ പ്രതിഫലനം ആ കണ്ണാടിയിൽ കാണുന്നില്ല എന്നതാണ്. അവൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്ന റോസ്മേരി കണ്ട് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഒടുവിൽ ബഷീർ വന്ന് അവളുടെ തോളിൽ സ്പർശിക്കുമ്പോൾ മാത്രമാണ് അവൾ നിർത്തുന്നതും ഒടുവിൽ കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുന്നതും. ഒരു സംശയം, ഇങ്ങനത്തെ പുകയിലുണ്ടാവുമെന്ന് വെച്ചിട്ടാണോ ആ ശ്യാമൻ ടോമിനോട് കണ്ണാടികൾ നോക്കുന്ന ഒഴിവാക്കാൻ പറഞ്ഞത്? Do not look at any mirrors. You got this, Wick. വിക്ക് വാറിൻ്റെ ആ ശവക്കുഴി തോണ്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ മാലയുടെ ലോക്കറി തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ കൈക്ക് പരിക്കേറ്റു എന്നാണ് അയാൾ ടോമിനോട് പറഞ്ഞത്. വിക്കിൻ്റെ ഇടത് കൈയിലായിരുന്നു ആ പരിക്കേറ്റത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മുൻപ് റിച്ചാർഡ് വാരൻ ആ മഷ്റൂം ഉപയോഗിച്ചതും ഇടത്തെ കയ്യിൽ വെച്ചിട്ടാണ്. 9ാം എപ്പിസോഡിലെ ഈ ഒരു സീൻ കാണുന്നത് വെറും യാദൃശ്ചികം മാത്രമാണെന്നേ തോന്നുള്ളൂ. റിച്ചാർഡ് വാരൻ്റെ മക്കൾ പോകുന്ന സമയത്ത് അതിലൊരു മകന് ശവം വരുന്നതായി കാണിക്കുന്നതും ഇതേ ഇടത് കൈ വെച്ചിട്ടാണ്. ഇതെല്ലാം കണ്ടിട്ട് ഈ വിക്കും വാറിനും തമ്മിൽ എന്തൊക്കെ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ തോന്നിക്കുന്ന പോലെ ഉണ്ട്. ചിലപ്പോൾ ഈ വിക്ക് വാറിൻ്റെ ഒരു പിൻഗാമികളുള്ള വലിയ സാധ്യതയുണ്ട്. മാത്രമല്ല ആ ബോയിൽക്ക് സമീപം വെച്ച് ദ്വീപിൽ നിന്നുള്ള പെട്ടെന്നുള്ള പ്രത്യേകതകൾ അയാൾ നേരിട്ട് അനുഭവിച്ചതാണല്ലോ. നിങ്ങൾക്ക് എന്താ അതേക്കുറിച്ച് തോന്നുന്നത്? എന്തെങ്കിലും തിയറീസ് ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ വിഡോസ് ബേയെക്കുറിച്ചുള്ള സ്പെഷ്യൽ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം. See you and take care, lovelies.